ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള ഒക്കിഡോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഡോർ പാർക്ക് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ വിൻ്ററാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക് പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഒന്നാമതേ വിൻ്ററിൻ്റെ നല്ല തണുപ്പ്, അതിനോടൊപ്പം തന്നെ മഴയും കൂടി ഉണ്ട് ഇവിടെ എപ്പോഴും. അപ്പം മഴയും കൂടെ ഒക്കെ പെയ്ത് ആകെപ്പാടെ ആണെങ്കിൽ അഴുക്കും ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെയൊന്നും കുട്ടികളെ കളിക്കാൻ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം അല്ല ഇപ്പോൾ. എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ്, സ്കൂളിൽ പോവുക തിരിച്ചു വരിക. അപ്പോൾ ഈ മഴയും തണുപ്പും കാരണം പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരു മടിയും എന്താ പറയുന്നത്, ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു ടൈമാണിത്. അപ്പോൾ അങ്ങനെ ഇരുന്നാലും ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് അവർ പിന്നെ ടി വിയുടെ മുന്നിൽ മാത്രമായിട്ട് തീരും അവരുടെ ലോകം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു അങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് ആക്ടിവിറ്റീസ് അവരെ ഇടയ്ക്ക് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻഡോർ പാർക്കുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ റിവ്യൂ നോക്കിയതിന് ശേഷമാണ് ഈ ഒരു പാർക്കിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു പാർക്ക് നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഒരു ട്രെയിനും ഒരു ബസ്സും കയറിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. 20 മിനിറ്റേ ഉള്ളൂ. എങ്കിലും വിൽഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതുള്ളത് കേട്ടോ. ഇതിൻ്റെ തന്നെ സെയിം ബ്രാഞ്ചുകൾ പല പല ഏരിയകളിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുത്ത ഒരു എമൗണ്ടിന് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 8 യൂറോ വെച്ചിട്ടാണ്. കുട്ടി 2 വയസ്സിന് താഴെയാണെങ്കിൽ നമുക്ക് ഫ്രീ ആണ്. അതല്ല, കുട്ടിക്ക് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരാൾക്ക് 8 യൂറോ വെച്ചിട്ടും പേരൻസിന് 4 യൂറോ വെച്ചിട്ടുമാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ അകത്ത് നമുക്ക് പലതരത്തിലുള്ള റൈഡുകളുണ്ട്. അതുപോലെ 2-3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലൈഡ്സ് ഉണ്ട്. അതിൽ കിഡ്സിന് വേറെയുണ്ട്, തീരെ ചെറിയ കുട്ടികൾക്കുള്ളത് വേറെയുണ്ട്, അതുപോലെ ഇച്ചിരി കൂടി വലിയ കുട്ടികൾക്ക് വേറെയുണ്ട്. പിന്നെ ക്ലൈംബിങ് ചെയ്യുന്ന രീതിയിലുള്ള 1-2 സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുന്നത്, ഈ ഒരു 8 യൂറോ മുടക്കി നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. പക്ഷേ ചിലതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ ഈ കാണുന്ന ബൈക്ക് റേസ് ഉണ്ടല്ലോ, ബൈക്ക് റേസിൽ നമ്മൾ ഒരു യൂറോയാണ്. 1 യൂറോ മുടക്കി കുറച്ച് നേരം നമുക്കൊന്ന് കറങ്ങാം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ 5 യൂറോയുടെ നമ്മൾ 5 യൂറോ കൊടുത്തു കഴിയുമ്പോൾ 5 കോയിൻസ് തരും. ആ കോയിൻസ് നമ്മൾ അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ഈ ഒരു ബൈക്ക് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റുക. അപ്പം ആദ്യം സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിൽ ഇട്ടിട്ട് 2 പേരെയും കൂടി ഇരുത്തി ഓടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുത്തിയത്. പക്ഷേ പാതി വഴിക്ക് വെച്ചിട്ട് 2 കൂടെ വഴക്ക് തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ 2 എണ്ണത്തിലാക്കിയതാണ് കേട്ടോ. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ അവരൊന്ന് അടങ്ങിയത്. 2 പേർക്കും 2 എണ്ണത്തിൽ 2 പേർക്കും 2 വണ്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് വഴക്കായി. അങ്ങനെ കുറച്ച് നേരം അതിൽ ഒരു 5 യൂറോ ഞങ്ങൾ മുടക്കിയുള്ളൂ കേട്ടോ. 5 യൂറോയ്ക്കുള്ള ഓട്ടോ ഒക്കെ അതിനകത്ത് ഓടിയുള്ളൂ. പിന്നെ ഈ കാണുന്ന ക്ലൈംബിങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അതായത് ഫ്രീ അല്ല, നമ്മൾ ഈ ഒരു 8 യൂറോ മുടക്കി അകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി 2 മണിക്ക് ഇത് ഓപ്പൺ ചെയ്ത് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6 മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും. ചില സമയത്ത് 7 മണി വരെയൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും ടൈമിൽ നമുക്കിത് ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് എനിക്ക് തോന്നുന്നു അത് വളരെ എന്താ പറയുന്നത്, യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഈ കാണുന്ന ഈ ഒരു ജമ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു യൂറോയുടെ കോയിൻ, ഇത് ഞങ്ങൾ ആകെ 2 യൂറോ കൊടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ കോയിൻ വീതം വാങ്ങിച്ചിട്ട് അങ്ങനെ ജമ്പ് ചെയ്യിപ്പിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ 2 ദിവസത്തെ വീഡിയോ മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം പിള്ളേരെയും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് വളരെയധികം പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 വട്ടം പോയ സമയത്തായിട്ടാണ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ, ചേച്ചി ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ചേച്ചി ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് പോകുന്നത്, ആരെങ്കിലും പറഞ്ഞിരുന്നാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആരും പറഞ്ഞു തരുന്നൊന്നും അല്ല കേട്ടോ. നമ്മളങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരും എന്ന് വിചാരിച്ച് കാത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങും പോകാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇവിടെ ഇന്നാൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്ന്, ചേച്ചി ഇവിടെ ഞാൻ പലരോടും ജർമ്മനിയെക്കുറിച്ച് തിരക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള എന്താ പറയുന്നത് റിപ്ലൈകളാണ് കിട്ടാറ്, അല്ലെങ്കിൽ റിവ്യൂസാണ് കിട്ടാറ്. അപ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ എനിക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് കാണുന്നത്. അപ്പോൾ ചേച്ചിക്ക് എന്താ അഭിപ്രായം, ചേച്ചിയുടെ അഭിപ്രായത്തിൽ ജർമ്മനിക്ക് വരണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ ഞാൻ ഇത്ര നാളായിട്ട് ഞാൻ 100% ഭയങ്കര ഹാപ്പിയാണ് എന്നൊന്നും അല്ല.
പക്ഷെ നമ്മൾ വന്നു, എന്തായാലും നമ്മൾ വന്നു. അപ്പോൾ ഇവിടെ നമുക്കിഷ്ടമുള്ള പോലെ നമ്മളതിനെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇതെങ്ങനെ ആയിപ്പോയല്ലോ, ഞാനിങ്ങനെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നിൽക്കുമല്ല. നമുക്ക് കിട്ടിയതിനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പെരയ്ക്കകത്തിരുന്നുകൊണ്ട് ആരും നമുക്ക് ഒരു കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ടോ നമ്മളെ നീ വാ എന്ന് പറഞ്ഞ് പിടിച്ചിറക്കിക്കൊണ്ട് പോകാനായിട്ടോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഓരോന്ന് കണ്ടുപിടിച്ച് നമ്മൾ പോവുക എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ ലൈഫിനെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ വന്ന് ഭയങ്കര 100% സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാറും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം മാറി വരും. മാറി വരാനായിട്ട് ആവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ധൃതി പിടിച്ചുകൊണ്ട് കാര്യമില്ല. എല്ലാത്തിനും നമ്മൾ ടൈം കൊടുക്കണം. അതിൻ്റേതായ സമയം എടുത്ത് മാത്രമേ എല്ലാം ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എന്താ പറയുന്നത്, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പെരയ്ക്കകത്ത് തന്നെ ചടഞ്ഞുകൂടി ഇരിക്കാതെ മാക്സിമം നമ്മൾക്ക് ചുറ്റുമുള്ള സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മളെ സന്തോഷിപ്പിക്കാൻ ഈ ലോകത്ത് നമ്മളെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും എൻ്റെ ഉപദേശം ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിൽ കയറുന്നതിന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൈസ മുടക്കിയിട്ടാണ് കയറിയത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 യൂറോ എനിക്കവിടെ ചിലവായിട്ടുണ്ട് കേട്ടോ, മൊത്തവും കൂടെ. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ അകത്തുനിന്ന് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേറെ എമൗണ്ട് ആവും. ഇപ്പം എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. പക്ഷേ എങ്കിലും മാസത്തിൽ ഒരു 1-2 വട്ടമൊക്കെ നമുക്ക്, ഒരു വട്ടമെങ്കിലും മിനിമം നമുക്ക് പോകാൻ പറ്റും. കാരണം നമുക്കും ഒന്ന് ഈ ഒരു ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തിൽ നിന്ന് നമുക്കൊരു ഫോണൊക്കെ മാറ്റി വെച്ച് ഒന്ന് പിള്ളേരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്കും കുറച്ച് റിലാക്സിങ് ആണ്. നമ്മളും നമ്മുടെ ശരീരം ഒന്ന് അനങ്ങും, അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കുമെങ്കിലും ചെയ്യുമല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരിക, ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുക, അത് തന്നെയാണ് മെയിൻ പരിപാടി. ചില സമയത്ത് അവർ പറയണ കേൾക്കാൻ പോലും നമ്മൾ ശ്രമിക്കാറില്ല, ഞാൻ ഉൾപ്പെടെ. നിങ്ങളെ മാത്രമല്ല എന്നെ കൂടെ പറഞ്ഞതാണ്. അപ്പം അവരുടെ കൂടെ ഇതുപോലെ ഒരു സമയം അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ എന്തായാലും അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു, അതുപോലെ ഞങ്ങളും. അപ്പോൾ കുറേ നേരം ഫോണൊക്കെ മാറ്റി വെച്ച് അവരുടെ കളിയും ചിരിയും അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ വളരെ റിലാക്സിങ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്ന ടെൻഷനൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്ന പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആണെങ്കിൽ, എനിക്കറിയാം മക്കളെ കൊണ്ടൊക്കെ വന്നിട്ട് ഇരിക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. അവർ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകണം. ആരും ഇല്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ല എന്നൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട. നമ്മൾ തന്നെ ഉള്ളൂ, നമുക്കിവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അത് ഞാനീ പറഞ്ഞ പോലെ എനിക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ജർമ്മനിയിൽ എത്തിയിട്ട് എന്നെ ഏറ്റവും അധികം എനിക്ക് ഇപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോൺലിനെസ് ആണ്. കാരണം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എനിവേ അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് നെഗറ്റീവ് അടുപ്പിച്ച് കുളമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം മാക്സിമം ഇതിനകത്തുള്ള സംഭവങ്ങളിലെല്ലാം ഇവർ കയറി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ കുട്ടികൾക്കായിട്ട് ചില ആക്ടിവിറ്റീസ് നടക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പം ഒരു സ്റ്റാഫ് വന്ന് നമ്മളോട് പറഞ്ഞു, കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാം, അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കളിച്ചതിന് ശേഷം ഈ വാരിപ്പെറുക്കിയിട്ടിരിക്കുന്ന ഈ ഒരു ബ്ലോക്സുകളും അതുപോലെ ബോളുകളും ഒക്കെ ഇവർ തന്നെ തിരിച്ച് കറക്റ്റായിട്ട് അടുക്കി വെക്കുക എന്നുള്ളതാണ് ഇവർക്ക് ഇന്ന് കൊടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റീസ്. അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ അതിൽ ഒത്തിരി നേരമൊന്നുമില്ല, കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇവരിത് അടുക്കി കഴിയുമ്പോൾ തന്നെയാണെങ്കിൽ ഇവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ ഇന്നവർക്കെന്നൊന്നുമില്ല, എല്ലാവർക്കും തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ആ ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമിൽ ഇവർക്ക് ഇവിടെ വരാനായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള കൂപ്പണാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.